തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ ദാഹജലം തരുമോ ദാഹജലം തരുമോ അഴലിൽ പഞ്ചാഗ്നി നടുവിൽ പഞ്ചേന്ദ്രിയങ്ങളും പുകയുമ്പോൾ അഴലിൽ പഞ്ചാഗ്നി നടുവിൽ പഞ്ചേന്ദ്രിയങ്ങളും പുകയുമ്പോൾ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽപ്പിനി ചാറ്റി. ഐ എം അശ്വതി. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ പോവർട്ടി ആൻഡ് ബെഗേഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളത് ബെഗേഴ്സിനും അതേപോലെ തന്നെ പോവർട്ടിയൊക്കെയാണ് നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്യാനും എബോളിഷ് ചെയ്യാനുള്ള കുറച്ച് സ്റ്റെപ്സ് ആൻഡ് മെഷേഴ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഡേയ്സ് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരു ബെഗേഴ്സ് ഡേ ആഘോഷിച്ചുകൂടാ? More than 500,000 of the people are begging in India. So in 2020 we have 4,13,670 beggars. In that around 2,21,673 are male and 1,91,997 are females. നമ്മുടെ രാജ്യത്തുള്ള ബെഗേഴ്സിനെ 4 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നിനും പരസഹായം മാത്രം മാത്രം കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, പിന്നെ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾ, പിന്നെ കിടത്തിണ്ടയിൽ അന്തിയുറങ്ങുന്ന ആളുകൾ, അതേപോലെ തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പൈപ്പുകളിൽ നേടുന്ന ആളുകൾ, പിന്നെ സഹജീവികളായിട്ടുള്ള ഈ മാന്യ മനുഷ്യർ അവജ്ഞയോടെ കാണുന്ന ഈ ഒരു മനുഷ്യ ജന്മങ്ങളെ അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഡേ അപ്പം നമ്മളുടെ ഈ ഒരു കാലത്ത്, നമ്മുടെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഈ ഒരു കാലത്ത് നമുക്ക് ഭക്ഷണത്തിന് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഭക്ഷണ രീതിയും ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. പണ്ടത്തെ കാലത്തിനെക്കാട്ടി ഇപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് എന്തൊക്കെയോ ഭയങ്കര കണ്ടീഷൻസ് ആണ് വന്നിരിക്കുന്നത്. രാവിലെ കഴിക്കുന്ന ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കില്ല, ചൂട് കുറഞ്ഞു, ചൂട് കൂടി, ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം ചൂടാക്കി പാകം ചെയ്യില്ല, അത് ഓക്കെ. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങൾ, എരിവ് കൂടി, പുളിപ്പ് കൂടി, പിന്നെ ഒരു ദിവസം വെച്ച ഭക്ഷണം പിന്നെ ഒരാഴ്ചത്തേക്കില്ല, ഒരു മാസത്തേക്കില്ല, അങ്ങനത്തെ ഒരുപാട് കണ്ടീഷൻസ് നമ്മുടെ ഫുഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും ഫുഡിൻ്റെ ഉള്ള ഒരു ദൂരത്ത് തന്നെയാണെന്ന് പറയാം. അതേപോലെ ഇപ്പം നമുക്ക് ഭയങ്കര വിശപ്പായിട്ട് നമ്മളൊരു ഹോട്ടലിൽ പോവുകയാണെങ്കിൽ നമ്മളുടെ വിശപ്പിൽ, അതായത് നമുക്ക് നമ്മുടെ കപ്പാസിറ്റീൻ്റെ ഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യും. പക്ഷെ നമ്മളുടെ വയറ് ഫുള്ളായി വരെ നമ്മൾ വാങ്ങിയ ശേഷം ബാക്കി ഫുഡ് അവിടെ വേസ്റ്റ് ചെയ്ത് കളയാണ്. അപ്പോൾ ഈ ഒരു ഫുഡ് അങ്ങനെ പോകുന്നത്, അങ്ങനെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ട് ഡംപാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആവശ്യമുള്ള ആൾക്കാർക്ക് എത്താണ്ട് ഇത് ജസ്റ്റ് വേസ്റ്റ് ആയി പോകുന്നു. അതേപോലെ തന്നെ ഇപ്പം നമ്മളുടെ ഈ ഒരു ഹാബിറ്റായിട്ട്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇവിടെ സാമ്പാർ, നോർത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ വീറ്റ്, അങ്ങനെ ചപ്പാത്തി, അപ്പോൾ അതൊക്കെ വന്നിട്ട് ഇവിടുത്തെ ക്ലൈമറ്റ്, ഇവിടുത്തെ ഹാബിറ്റാറ്റ്, ഇവിടുത്തെ കൾച്ചർ, അങ്ങനത്തെ ഒരു ബന്ധമായിട്ട് വന്നിരിക്കുകയാണ്. പഴമക്കാർ പറയുന്ന അവരുടെ ഒരുപാട് പ്രാക്ടീസസ് അത് ടോട്ടലി ട്രൂ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പുതിയ രീതിയിലുള്ള ഭക്ഷണ രീതികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ നമ്മളുടെ ഒരു 5 കിലോമീറ്ററിൽ തന്നെ പുതിയ ആപ്പ്, സ്വിഗ്ഗി, അതുപോലെ തന്നെ സൊമാറ്റോ, അങ്ങനത്തെ കുറേ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, ഡെലിവറി ചെയ്യുന്ന കുറേ ആപ്പുകൾ വഴി നമുക്കിപ്പോൾ ലോകത്തിലെമ്പാടുള്ള കുറേ ഫുഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ഒരു മിംഗ്ലിംഗ് തന്നെ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഫുഡ് സ്റ്റൈൽ വരുന്ന ഡിഫറൻസ് കാരണം ഡിസീസസ് വരാം. പക്ഷെ അതല്ല നമ്മളുടെ കാര്യം. പക്ഷെ നമ്മൾ ഫുഡിൽ ഒരുപാട് ദൂരത്ത് കാണിക്കേണ്ടതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തും ഒരു നേരത്തെ പോലും ഭക്ഷണത്തിന് നമ്മൾ സഹായം തേടുന്ന, അല്ലെങ്കിൽ ആ ഒരു ചവറ്റുകൊട്ടയിൽ നിന്ന് ഒരിക്കലും നമുക്ക്
ഒരു നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ആ ഒരു അവരുടെ വിശപ്പ് കാരണം സഹികെട്ട് ആ ഒരു വേസ്റ്റ് ബാസ്കറ്റിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുന്ന ആളുകളും കൂടിയുണ്ട്. അപ്പൊ അവരെ ഓർക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു നേരത്തെ ഭക്ഷണം വേസ്റ്റ് ചെയ്യാൻ തോന്നില്ല. ഈ 1.3 ബില്യൺ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ബെഗേഴ്സും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ നമ്മളെ പോലെയുള്ള അതേ റൈറ്റ്സും നമ്മളെ പോലെ നമുക്ക് കിട്ടുന്ന അതേ ആനുകൂല്യങ്ങളും ഇവർക്കും കിട്ടണം. നമ്മളെ പോലെ തന്നെ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ് അവരും. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനം നമ്മൾ ഇവരെ കാണുന്നുണ്ട്. എങ്ങനെ വെച്ചാൽ റോഡിൽ യാത്ര ചെയ്യുമ്പോൾ, അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്, പിന്നെ റോഡിൽ വെച്ച്, വീട്ടിലേക്ക് വരുന്നവിടെ, പിന്നെ ആരാധനാലയങ്ങളിൽ, പിന്നെ അങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഇവരെ കാണുമ്പോൾ നമുക്ക് അവർക്ക് ആവശ്യമുണ്ട്, അവരെന്താണോ ആവശ്യപ്പെടുന്നത് ആ രീതിയിൽ പൈസ ആയിട്ടോ അല്ലെങ്കിൽ ഫുഡായിട്ടോ കൊടുക്കുമ്പോൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മൾ ബെഗേഴ്സ് ഡേ 30th ഡിസംബറിൽ ആഘോഷിക്കാൻ പോവാണ്. അപ്പം അത് 31st ഡിസംബറിൻ്റെ മിഡ് നൈറ്റ് ഓഫ് 2020 നമ്മൾ ന്യൂ ഇയറിലേക്ക് കടക്കുകയാണ്, 2021 കടക്കുകയാണ്. അപ്പം നമ്മൾ അതിന് മുമ്പ് ഒരു ദിവസം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ഫുഡിന് നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത് ഫുഡിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ സമ്പാദിക്കുന്നതൊക്കെ ഫുഡിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ പൈസ ചിലവാക്കുന്നതും. അപ്പോൾ ഈ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന അത്രയും രൂപ നമ്മൾ ആ ഒരു ദിവസം ഈ 1.3 ബില്യൺ ജനങ്ങൾ, അതായത് നമ്മുടെ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ, നമ്മുടെ സെൻട്രൽ പൂളിലേക്ക് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതേ തുകയ്ക്ക്, അതായത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്നിട്ട് 300 രൂപയാണ് അതിന് പൈസ ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാണെങ്കിൽ 300 രൂപയ്ക്കുള്ള സാധനങ്ങളാണ് ഡൊണേറ്റ് ചെയ്യുന്നതെങ്കിൽ അത്രയും രൂപ എത്രയായിരിക്കും നമ്മൾ ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇത് പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരാൾ 1 രൂപയാണ് ഡൊണേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 ബില്യൺ റുപ്പീസ് ആയില്ലേ. അപ്പോൾ അത് ഒരു 300 രൂപയാണ് ഒരാൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഹ്യൂജ് എമൗണ്ട് ആവും. ഈ ഒരു തുക മതി നമ്മളുടെ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടിയും അതേപോലെ തന്നെ ബെഗേഴ്സിന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാനൊക്കെ ഈ ഒരു തുക മതി. നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മളുടെ ഇന്ത്യ ഇപ്പോൾ ഡിജിറ്റലൈസേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള സ്റ്റെപ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ബെഗേഴ്സിനെയും നമുക്ക് ഡിജിറ്റലൈസ് ചെയ്തുകൂടാ? അതായത് ഇപ്പോൾ നമ്മളൊരു രാജ്യത്തിൻ്റെ പേരിൽ, നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പേരിൽ, അതേപോലെ തന്നെ നമ്മളുടെ പ്രധാനമന്ത്രിയുടെ പേരിൽ, അങ്ങനെ വലിയ വലിയ മുഖ്യന്മാരുടെ പേരിൽ നമ്മൾ 5-6 കാർഡുകളാണ് ഇൻഷ്യൂർ ചെയ്യാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബെഗേഴ്സിനെ അവരുടെ ആ ഒരു അപ്പിയറൻസ്, അതേപോലെ തന്നെ അവരുടെ നീഡ്സ് കൊണ്ടാണ് അവർ ബെഗേഴ്സ് എന്ന് പറഞ്ഞൊരു ലേബൽ ചെയ്ത് അവരെ മാർജിനലൈസ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു 5-6 കാർഡ് ഞാൻ ഇപ്പോൾ പറയുമ്പോൾ ഈ ഒരു സജഷൻസിലൂടെ നമുക്ക് അവരെ നമ്മളുടെ ഒരു സോഷ്യൽ സർക്കിളിലേക്ക് എത്തിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ ഫുഡ് കാർഡ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു അവൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇങ്ങനെ സഹായം തേടുന്നത് ഫുഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരാൾക്ക് ഈ ഒരു പർട്ടിക്കുലർ കാർഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഫുഡ് കാർഡ് ഉണ്ടെങ്കിൽ, അവൻ ഒരു ഹോട്ടൽ, അതിപ്പോൾ ഏറ്റവും ചെറിയ ഹോട്ടൽ, തട്ടുകട മുതൽ വലിയ 5 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലാണെങ്കിൽ കൂടി അവിടെ പോകുന്ന സമയത്ത് ഇവന് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനുള്ള ഒരു റൈറ്റാണ് ഈ ഒരു ഫുഡ് കാർഡിലൂടെ പറയുന്നത്. പിന്നെ അടുത്തതായിട്ടുള്ള ട്രാവൽ കാർഡ്. അപ്പോൾ അറിയാം, ഇവരുടെ ഒരു മുഷിഞ്ഞ വസ്ത്രം കാരണം അവരെ മറ്റുള്ള സഹയാത്രികരുടെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവർ ആ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടുക, അതുപോലെ കള്ളവണ്ടി കയറുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇവരെ ഒഴിവാക്കി നിർത്തണം. അപ്പം ഇവരുടെ ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് ഇവർക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഒരു ട്രാവൽ കാർഡ് ഇവൻ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബെഗറിന്, ആ പർട്ടിക്കുലർ ബെഗറിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിവിടെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം. അപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലാണ്ടായി. പിന്നെ ഒന്ന് ഹെൽത്ത് കാർഡ് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം മോസ്റ്റ്ലി ഇവർക്ക് ഫുഡൊന്നും കിട്ടില്ല. അപ്പോൾ ഇവർക്ക് മൽന്യൂട്രീഷൻ ഉണ്ടാവും, അതുപോലെ ബെഡ് റിഡൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം, ഇവർക്ക് ബൈസ്റ്റാൻഡേഴ്സ് ആയി നിൽക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് വരാം. അതേപോലെ തന്നെ ഇവർക്ക് അങ്ങനത്തെ വല്ല അസുഖങ്ങൾ വരാനോ ആക്സിഡൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞു വെച്ചാൽ ഇവർക്ക് അതായത് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഭയങ്കര സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖമാണെങ്കിൽ ഹൈ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തന്നെ പോകണം. അപ്പോൾ ഈ സെൻട്രൽ പൂളിൽ നിന്ന് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്ന ഈ ഒരു മണി നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് ഇവരുടെ ഹെൽത്തിനും നമുക്ക് ഈ ഒരു മണി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു കാർഡ് കാണിക്കുകയാണെങ്കിൽ ഈ പെർട്ടിക്കുലർ ബെഗറിന് അവന് ആവശ്യമുള്ള എല്ലാ ഹെൽത്ത് ചെക്കപ്പും അതുപോലെ തന്നെ ഹെൽത്തിന് ഉള്ള ഇമ്പ്രൂവ്മെൻറ്റും അതുപോലെ തന്നെ എന്താ പറയുക ആനുകൂല്യങ്ങളും കിട്ടുന്നതാണ്. പിന്നെ 4മത്തേതായിട്ടുള്ള ഒരു കാർഡ് എന്താണെന്ന് വെച്ചാൽ ഡ്രസ് കാർഡ്. നമ്മൾ പറഞ്ഞു മുഷിഞ്ഞ വസ്ത്രങ്ങളുള്ളതുകൊണ്ടാണ് സഹയാത്രികർക്ക് ബുദ്ധിമുട്ടാകണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡ്രസ്സ് അവർക്ക്. അപ്പോൾ ഇവന്റെ അപ്പിയറൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ലാസ്റ്റ് ഇംപ്രഷൻ. ഈ ഒരു അപ്പിയറൻസ് കാരണമാണ് ലേബൽ ചെയ്യുന്നത് ഇവരെ ബെഗേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരൊരു കടയിൽ ചെന്നിട്ട്, അതിപ്പോൾ ഏത് കടയിലാണെങ്കിൽ കൂടി ഈ ഒരു ഡ്രസ് കാർഡ് കാണിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം അത് എടുക്കാം. പക്ഷെ അത് ഞാൻ വരുന്നുള്ളൂ ഇതിൻ്റെ ആ മറ്റേ ഭാഗത്തിലേക്ക്. അപ്പോൾ ഡ്രസ് കാർഡ് എടുക്കുന്ന സമയത്ത്
എന്തിയാന്ന് വെച്ചാൽ ഇവർക്ക് ഡ്രസ്സ് എടുക്കാം. അതേപോലെ ഇതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ കാർഡാണ് ഇൻഷുറൻസ് കാർഡ്. അപ്പോൾ ഇവർക്ക് ബൈസ്റ്റാൻഡേഴ്സായി നിൽക്കുന്ന സമയത്ത്, അതുപോലെ മറ്റുള്ള ബെഡ് റിട്ടേൺ ആയിട്ടുള്ള ആൾക്കാരെ നോക്കേണ്ട ഒരു അവസ്ഥയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ സഹായം തരുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കാർഡ് വഴി അവർക്ക് അതിനുള്ള സഹായം കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ ഒരു കാർഡ് നമുക്ക് പോസിബിൾ വേസിൽ യൂസ് ചെയ്യാം. പക്ഷെ ഇതിനെ അതായത് മൽപ്രാക്ടീസ് നടത്തുവാണെങ്കിൽ ഇതിലുള്ള ഒരു കാർഡിലെ സെൻസർ പ്രകാരം നമുക്കിപ്പോൾ എല്ലാത്തിനും ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, അതേപോലെ തന്നെ ബെഗേഴ്സിന് ഒരു ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഗവൺമെന്റ് രൂപീകരിച്ച അതൊരു സജഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഇവർ വാച്ച് ചെയ്ത് ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിലെല്ലാം മൽന്യൂട്രീഷൻ ഉണ്ടോ, ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റും വന്നാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു 5 കാർഡിലൂടെ ബെഗേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ്, നമ്മൾ ഭിക്ഷാടനം മാത്രം ഈ അനിമൽസിന് മാത്രം അതായത് അനിമൽസിലെ മനുഷ്യന്മാർക്ക് മാത്രം ഭിക്ഷാടനം പറഞ്ഞൊരു പ്രാക്ടീസ് ഉള്ളൂ. അപ്പോൾ ഈ ഭിക്ഷാടനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നമുക്ക് തുടച്ചു നീക്കാം. ആ കൺട്രി വിത്തൗട്ട് എനി ബെഗേഴ്സ് എന്നുള്ള ഒരു പേരിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഡെമോക്രസിയിൽ ഏറ്റവും പരമാധികാരികൾ എന്ന് പറയുന്നത് അവിടുത്തെ സിറ്റിസൺ ആണ്. ഒരു വലിയ സൂപ്പർ സ്റ്റാർ ഉണ്ടാകാനും അല്ലെങ്കിൽ വലിയൊരു രാഷ്ട്രീയ ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടാകാനും എല്ലാത്തിനും മുൻകൈ എടുക്കുന്നത് നമ്മളുടെ ഈ പരമാധികാരികളായിട്ടുള്ള സിറ്റിസൺസ് ആണ്. അപ്പം വലിയ കോർപ്പറേഷനുകളും ഉണ്ടാക്കിയതൊക്കെ അവരെ വളർത്തിക്കൊണ്ടുവന്നതും നമ്മൾ തന്നെയാണ്. അപ്പോൾ ബെഗേഴ്സിനെയും അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കരകയറ്റാനുള്ളത് നമുക്ക് യുണൈറ്റഡ് ആയിട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ വലിയൊരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. Now we are going to look about what is GDP and how is GDP calculated and what is the GDP of India. So GDP or gross domestic product is a monetary value of all finished goods and services produced within a country in a specific period. It can be quarterly, it can be yearly, or in such a half yearly. So GDP is an economic indicator that is used worldwide to show the economic health of a country. So how GDP is calculated? GDP is calculated by the central government ministry with the help of some departments all over the GDP calculation accounts for the spending on both exports and imports. Thus, a country's GDP is the total of consumer spending plus the business investment and the government spending plus the net exports, which is equal to the that can be written as the difference between total exports and total the imports. So the China is the largest economy with a GDP of 25.27 trillion. By 2013, China's GDP would be 36.99 trillion, but China's huge population brings down its GDP per capita to $10.1 on the 7th position. So the biggest GDP or the highest GDP in the world is occupied by the United States. So it is having an approximately GDP of 20,513 trillion, notably due to high average income and a large population, capital investment, technological advancement, then low unemployment, as well as high consumer spending, as well as young population. India is the world's biggest democracy. We have 1.3 billion population, and in one hand we have great resources, and on the other hand we can utilize our population and it is our wealth. As every human being has great capacity in mind and body, they are creative by birth. And if our country could motivate with the state and computer government, center governments and the people of India, we can bring wonders to the world. By the birth, our country is great and versatile. Our country is filled with great visionaries, scientists, political leaders, and some of them are accepted by the same people of them and in the world. Now our country has got acceptance in every field and we have great million power. India's defense system is powerful and high tech. We are strong and our health system is strong and model to the world. We have developed co-vaccines and some other serum for COVID-19. A great achievement. Yes, it is a great achievement. We have one strong and health bank system. We are passing the recent and the world economic recession. Our economy is strong.
India produces enough food to feed the entire country every day. So under the National Food Security Program, the government tends or feeds nearly 600 million destitute people every year. A lot of food is also wasted during the transportation. For instance, a million tons of onions vanish on their way from the terms of markets, as to 2.2 million ton tomatoes and 5 million eggs crack or go bad due to lack of cold storage. So what is National Hunger Day? So why us, or why we are celebrating National Hunger Day? So the profession B.M. Hegde told that hunger is the biggest silent killer of human being in earth. Hunger is the greatest disease that silently kills the people. Sometimes it is affecting from childhood and went from the childhood and went from one child born and in the womb as malnutrition. So the medicine for this disease is food. We have to celebrate one day as Hunger Day. On this day, we have to skip our one day meal to the nation for the eradication of poverty and malnutrition for our country. We are taking mass immunization by mass polio and other vaccines like polio, cholera, TB, and so on. We can also do some thing for all AIDS also. Our body can resist AIDS virus also. What is AIDS, or acute immunodeficiency syndrome? That is, one average human body can get immunity and immunity against the AIDS virus within 6 months. One dead virus induced to a person's body by the body starts to react against it and try to kill the dead virus. Thus, the body will get immunity to AIDS. In every method of medicine, allopathy, Ayurveda, or homeopathy, we are helping our body to get efficiency to fight diseases. So, sorry to come to this subject, okay? So 1.3 billion people deciding to skip our one day meal, all meals, fruits, everything, vegetables, day to day, using things for the help of our society, except patients and small children because they are needing food. So we can remove the poverty and diseases from our country by skipping one meal, or first one in a year, then twice in a year, and we can just more this, and that we can remove this from our country, that is poverty and other problems from our country. This will help our country to take appropriate action to eradicate poverty and inequality in our country. Our government have to put new ministers to handle this. One poverty minister, and that minister can do something for our nation. We have to give half of our marriage functions and other celebrations, and half our 25% expands for the welfare of our society. For the handling of poverty, we have no any mechanism in our country. Our country is great, and we have to show the work that India is great and Indians are good in their hearts. We have to stop all the mafia works in the fields of beggars. Nowadays, beggars are not only that is beggar, or the practice of beggars is becoming a business. So we have to reallocate them and take details, survey, and the origin of these persons and how the circumstances and how they become a beggar and all those things, and give them identity. And people are slipping into the poverty and the socio-economic reasons as well as circumstances and situations to become a beggar and slipping into the poverty, and they take the passage of beggars, and they also are the part of our society, and only we can save the beggars in our world as a human being, and we can see only them, and we can also see them as a human beings, not seeing them as an aliens. Okay, so we no one others do this. It is our collective responsibility to eradicate poverty as well as beggars from India, which means that we have to improve their situations and circumstances, and we have to also give them facilities and rights that we also enjoy. Now we are going to discuss about what is beggars.
So before knowing about what is beggars, we can give some funny facts about some beggars. In India, or the most richest beggar in the world is Bala Jain, and he is 53 years old, and he is from India. And one more girl, one more lady, her name is Aisha, and she's from Saudi Arabia, and she died in 100 years old when she was 100 years old. And what she have done is she had gave her every wealth to the poor. പാമ്പുകൾക്കു മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. പാമ്പുകൾക്കു മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല.